നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ടാടായ്. ഹലോ വാട്ട്സപ്പ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹാൻഡിൽ ഗാർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ കുറച്ച് റൈസ് ചെയ്ത് ഇതിൻ്റെ മേളിൽ എക്സ്ട്രാ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പം എനിക്ക് കിട്ടിയപ്പം ഈ ഹോളിലായിരുന്നു വെച്ചിരുന്നത്. ഇവിടുത്തെ കാണാമല്ലോ ഹോൾ, ഈ രണ്ട് സൈഡ് ഹോളിലായിട്ട് വെച്ചത്. അപ്പോൾ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഹോളിലാണ്. എന്നാലേ ഈ ഹോൾഡർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതായത് ഇപ്പം എൻ്റെ മേളിലത്തെ പീസ് ഉണ്ടായിരുന്നു, എൻ്റെ 3 വയ്ക്കാൻ വേണ്ടി ആദ്യം വാങ്ങിച്ചൊരു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോളിൽ നിന്ന് എടുത്ത് ഈ സെൻറ്ററിലെ ഹോളിൽ വെച്ചിട്ടുണ്ട്. ആ സെൻറ്ററിൽ വേറെ ഹോളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ഹോളുണ്ട്. അതിൽ നേരെ അങ്ങ് കറക്കി കയറ്റിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ മേളത്തെ പ്ലേറ്റ് എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മേളത്തെ പീസ് വെച്ച് ഇതിനെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അടിയിലിട്ടിരിക്കുന്ന വന്നിട്ട് നമ്മൾ ഈ ഗേറ്റിലൊക്കെ വരുമ്പോഴത്തെ ഒരു സ്പേസറാണ്. ആ സ്പേസർ 2 വാഷറും അടിയിൽ വാഷറും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നീറ്റല്ലേ സാധനം. എന്നിട്ട് ഈ ഹാൻഡ് ഗാർഡും വെച്ചിട്ടുണ്ട്. ഹാൻഡ് ഗാർഡ് വെച്ചിട്ടുള്ള ലുക്ക് കാണാമല്ലോ, സെറ്റല്ലേ സാധനം. ഇവിടെ നല്ല ലുക്ക് കാരണമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊന്നും വേറൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഗസ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും? നേരത്തെ ഇരുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ടാടായ്. ഇത് എൻ്റെ SLR-ലിരുന്ന പീസാണ്. അപ്പോൾ ഇത് ചുമ്മാ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ഇത് കൊള്ളാൻ തോന്നി. അങ്ങനെയാണ് ഇത് വെച്ചത്. സംഭവം സെറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഷേക്കൊന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ 3 സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ 3 അഡീഷണൽ ഇപ്പോൾ 3 സ്ക്രൂ വെച്ചിട്ട് ഈ ബൾക്ക്നെസ് കണ്ടോ, ഇപ്പുറ സൈഡും കണ്ടോ. അപ്പോൾ ഇത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇത് ഇന്ന് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സ്ക്രൂസ് ഒന്ന് ഊരി എടുക്കുക. ഓക്കെ, അപ്പോൾ സ്ക്രൂസ് ഊരി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്യണം. ഈ 2 ഇതും കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അപ്പുറത്തെ സൈഡ് വെച്ച് സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് ജസ്റ്റ് ആംഗിൾ, ഇപ്പം ഈ സംഭവം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെറ്റ് ചെയ്യുമ്പോൾ ഒരു പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ സെറ്റ് ചെയ്യുമ്പോൾ അപ്പുറം സെറ്റ് ചെയ്യില്ലെങ്കിൽ ഇത് പക്ക ഫ്ലോപ്പായി പോകും. അപ്പോൾ ഈ ഒരു ആംഗിൾ ഇതൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ തട്ടാത്ത രീതിയിലാണ് വെച്ചിട്ടുള്ളത്, കാണാമല്ലോ. ഇവിടെ എങ്ങനെ തിരിച്ചാലും തട്ടൂല. അപ്പോൾ ഈ സ്റ്റഡി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ ജസ്റ്റ് മിസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും തട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു ആംഗിൾ വെച്ചിട്ട് വേണം നമുക്ക് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ സെറ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ഇൻസ്റ്റാളിലേക്ക് പോകാം. ഇതേ ആംഗിളിന് അപ്പുറത്തും വയ്ക്കണം. അത് കുറച്ച് ചടങ്ങ് പിടിച്ച പരിപാടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. കുറച്ച് ടാസ്ക്കാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്കെന്തായാലും സെറ്റിങ്ങിൽ പോകാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസ് ആവശ്യമാണ്. ഇതാണ് സെൽഫ് ടാപ്പിംഗ് സ്ക്രൂ, അതായത് ഈ മുന കൂർത്തിരിക്കുന്നതാണ് സെൽഫ് ടാപ്പിംഗ്. അപ്പോൾ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹാൻഡിൽ എടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ കാണാതെ 2 സൈഡ് ഈക്വലായില്ലേ? ഈക്വലായി. ഇതിൻ്റെ കുറച്ചങ്ങോട്ട് നീക്കി വെച്ച് മേളത്ത് ഇതൊന്ന് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 2നും ഇടയ്ക്കായിട്ടാണ് ഈ മുന വരുന്നത്. അപ്പോൾ ആംഗിൾ തന്നെ നമുക്ക് അപ്പുറത്ത് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ആംഗിൾ ഇതാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസ് അടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡ് ഈക്വലായിട്ട് വന്നിട്ടുണ്ട്, കാണാമല്ലോ നമുക്ക്. 2 സൈഡ് ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പുറ സൈഡ് പൊക്കണം, ഇരിക്കുന്നത് ഇങ്ങനെ പൊക്കി വയ്ക്കണം. അപ്പോഴേ ഇവിടെയും പ്രൊജക്ഷൻ വരുള്ളൂ, ഇവിടെയും കറക്റ്റ് ആണ്. അപ്പോൾ ഈ ബബിൾ ഫീൽ കിട്ടും, കണ്ടല്ലോ ബബിൾ ആവുന്നുണ്ടോ. ഞാൻ ഉദ്ദേശിച്ച ബൾക്കി ഫീലാണ്.
നമ്മുടെ ഈ സൈഡും ആ സൈഡും സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? ഇവിടെ തപ്പിപ്പോൾ കിട്ടിയതാണ്. ഞാൻ ഇതിൻ്റെ ബാക്ക് ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലൈറ്റ് നോക്കിയതാണ്. അപ്പം ലൈറ്റിന് പകരം എനിക്കിതാണ് കിട്ടിയത്, SLR പീസ്. അപ്പോൾ കൊള്ളാമല്ലേ? കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ബൾക്കി ആയിട്ടുണ്ട്, കണ്ടോ? ബൾക്കിനെസ് തോന്നില്ലേ? സൈഡ് ഇതാണ്. രണ്ട് സൈഡ് ഈക്വലായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്നുള്ളൂ. SLRൻ്റെ സൈഡ് പീസ് മാത്രം കിട്ടിയാൽ മതി. ഇപ്പം എല്ലാവരും SLRൽ ഈ സൈഡ് പീസ് ഊരുന്നുണ്ട്. അപ്പോൾ അവരെന്തെല്ലാം വാങ്ങിച്ചിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, സംഭവം സെറ്റാണ്, വേറെ സീനൊന്നുമില്ല. കുറച്ച് ബബിളി ഫീൽ കിട്ടും. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈം ആയിരിക്കും എന്ന് തോന്നുന്നു എക്സ്ട്രാ പീസ് ഇതിൽ വരുന്നത് SLRൻ്റെ. ഓക്കെ, വേറെ എക്സ്ട്രാ പീസ് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. SLRൻ്റെ പീസ് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇതിൽ വരുന്നത്. ആരെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിങ്ക് എൻ്റെ കമൻറ്റിൽ ഇട്ടാൽ മതി, ഞാൻ അത് കയറി കണ്ടോളാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.